പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗ്രന്ഥത്തിൽ അള്ളാഹു പറഞ്ഞത്, നിനക്ക് എല്ലാം കഴിയും, അറിയാം, നല്ല ഡ്രൈവറാ, കുറെ കൊല്ലത്തെ പരിചയമുണ്ട്, ഒക്കെ ശരിയാ, പക്ഷെ നീ ഇരുന്ന് കഴിഞ്ഞാൽ തദ്കുറു നിഅമത റബ്ബിക്കും ഇദസ്തവൈതും അലൈഹി വതഖൂലു സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. നീ പറയണം, സുബ്ഹാനല്ലദീ, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്, സഖറ ലനാ ഹാദാ, ഇതൊക്കെ നീ എനിക്ക് കീഴ്പ്പെടുത്തി തന്നു, നീ എനിക്ക് കീഴ്പ്പെടുത്തി തന്നതാണ്. ഡ്രൈവിംഗ് അറിയാത്ത ഒരാളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എങ്ങനെ ഈ പാവം മനുഷ്യൻ ഒറ്റയ്ക്ക് ഈ വാഹനത്തെ ഓട്ടിക്കൊണ്ടു പോകുന്നത്? അവൻ്റെ 2 കൈകളും സ്റ്റിയറിംഗിലാണ്, അവൻ്റെ മനസ്സതിൽ പൂർണ്ണമായ നിലയിൽ ലയിച്ചിരിക്കുകയാണ്, കണ്ണ് കൃത്യമായി മുമ്പോട്ടാണ്, അവൻ്റെ കാലുകൾ കൊണ്ട് അവൻ എന്തൊക്കെ പണിയെടുക്കുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത്? അല്ലാഹുവേ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഇതൊന്നും ഇങ്ങനെ കീഴ്പ്പെടുത്താൻ എന്നെ കൊണ്ട് സാധിക്കൂലായിരുന്നു, നീ എനിക്ക് തൗഫീഖ് തന്നതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ ബോധ്യപ്പെടണം. വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. തൊട്ടടുത്ത് പടച്ചവൻ പറയും, ഞാൻ എനിക്ക് വെറുതെ അങ്ങനെ പറഞ്ഞു പോകുകയല്ല, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സാധിക്കുമെങ്കിൽ ഖുർആനിൻ്റെ വരികളിലൂടെ ഒന്ന് ഡ്രൈവിംഗ് പഠിക്കാൻ ശ്രമിക്കൂ. പ്രിയപ്പെട്ടവരെ, ഖുർആനിൻ്റെ വരികളിലൂടെ, ഡ്രൈവിംഗ് എന്ന കർമ്മത്തിലൂടെ തഖ്വ എന്താണെന്ന് ശീലിക്കാൻ ശ്രമിക്കൂ. അള്ളാഹു പറയാ അവസാനം, വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഈ പോക്ക് പോയാൽ ഒരു പക്ഷേ എന്നെ ആർക്കും തോപ്പിക്കാൻ കഴിയാതെ ഞാൻ എല്ലാവരെയും ഓവർടേക്ക് ചെയ്യും, ഞാൻ ആർക്കും സൈഡ് കൊടുക്കൂല. ഏതെങ്കിലും ഒരുത്തൻ എന്നെ ഓവർടേക്ക് ചെയ്താൽ ഞാൻ അവനെ ഓണടിച്ച് പീഡിപ്പിക്കും, ഞാൻ പിന്നെ അവനുമായി മത്സരിക്കും, എൻ്റെ മുമ്പിൽ ഞാൻ ഒരുത്തനെ കടത്തി വിടൂല. ഇതൊക്കെ എൻ്റെ മനസ്സിൽ അഹങ്കാരമായി കടന്നു വരികയാണ്. പക്ഷെ ഒരു മുസ്ലിമിൻ്റെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത, വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, എത്ര സ്പീഡിൽ എങ്ങനെ ആരെ തോപ്പിച്ച് എങ്ങോട്ട് പോയാലും അവസാനം ഞാൻ പോയി എത്തേണ്ടത് എൻ്റെ റബ്ബിൻ്റെ സന്നിധാനത്തിലല്ലേ, എൻ്റെ റബ്ബിൻ്റെ സന്നിധാനം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഒന്ന് കണ്ണടഞ്ഞു പോയി, ആക്സിഡൻ്റായി, ജീവൻ പോയി, തൊട്ടടുത്ത് ഞാൻ എത്തുന്നത് എവിടെയാണ്? എൻ്റെ റബ്ബിൻ്റെ മുമ്പിലല്ലേ, എൻ്റെ റബ്ബിൻ്റെ മുമ്പിലല്ലേ. ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. പ്രിയപ്പെട്ടവരെ, നന്നായി പടച്ചവൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട്, നമ്മുടെ ഗവൺമെൻറ് നമുക്ക് നിയമമാക്കിയിരിക്കുന്ന നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട്, പടച്ചവൻ്റെ പൊരുത്തത്തെ ആശിച്ചുകൊണ്ട്, അവനെ ഭയന്നുകൊണ്ട് വണ്ടി ഓടിച്ചാൽ വണ്ടി ഓട്ടൽ നന്നാകും, കുടുംബം പോറ്റിയാൽ കുടുംബം പോറ്റൽ നന്നാകും, നിസ്കാരത്തിന് ഇമാം എന്നാൽ നിസ്കാരം നന്നാകും. ചുരുക്കത്തിൽ അത്രമാത്രമേ നമുക്ക് പറയാനുള്ളൂ.